മുട്ടുവേദന പല കാരണങ്ങൾ കൊണ്ട് വരാം. മുട്ട് അല്ലെങ്കിൽ നീ ജോയിന്റ് ഫോം ചെയ്യുന്നത് രണ്ട് വലിയ എല്ലുകളും മുൻവശത്തായിട്ട് ചിരട്ടയും കൂടെ കൂടിയിട്ടാണ്. ചിരട്ട അഥവാ പറ്റല്ല, ഇത് മൂന്നും കൂടെ കൂടിയിട്ടാണ് നീ ജോയിന്റ് അഥവാ മുട്ട് ഫോം ചെയ്യുന്നത്. ഈ ഒരു ജോയിന്റിൽ ലിഗമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബോണിനെ കവർ ചെയ്തുകൊണ്ട് കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ട്രക്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ജോയിന്റ് ആണ് മുട്ട് അല്ലെങ്കിൽ നീ ജോയിന്റ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ഒരു നീർക്കെട്ട് സംഭവിക്കുമ്പോൾ, ഒരു ഇഞ്ചുറി സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫ്രാക്ചർ, ഇൻഫെക്ഷൻ ഇതൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ മുട്ടുവേദന അനുഭവപ്പെടാം. ഇപ്പോഴത്തെ കാലത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രധാന റീസണാണ്, മുട്ടുവേദനയ്ക്കുള്ള ഒരു പ്രധാന റീസണാണ് മുട്ടിൻ്റെ തരുണാസ്ഥിക്ക് സംഭവിക്കുന്ന തേയ്മാനം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. എന്താണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതിൻ്റെ കാരണം, അതിൻ്റെ ലക്ഷണങ്ങളും പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഡോക്ടർ ഹിബ നാസർ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം. നേരത്തെ പറഞ്ഞല്ലോ, ഈ നീ ജോയിൻ്റ് അകത്ത് ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ലിഗമെന്റ്സ് ഉണ്ട്, മിനിസ്കസ് ഉണ്ട്, ബേഴ്സ ഉണ്ട്. നമ്മൾ നടക്കുന്ന സമയത്ത് രണ്ട് എല്ലുകളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഫ്രിക്ഷനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി. ഈ തരുണാസ്ഥിക്ക് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എല്ലുകളുടെ ഇടയിലുള്ള ഫ്രിക്ഷന് കൂടുകയും കുറച്ചും കൂടെ കഴിഞ്ഞാൽ, ഒരുപാട് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എല്ലുകളുടെ ഇടയിലെ സ്പേസ്, ജോയിൻറ്റ് സ്പേസ് കുറഞ്ഞു വരികയും നല്ല പെയിൻഫുൾ ആവുകയും കുറച്ച് കഴിഞ്ഞാൽ നടക്കാൻ വരെ ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥയിൽ എത്തുകയും ചെയ്യും. ഈ തേയ്മാനത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഏജിങ്ങിനാണ്. ഒരു 40-50 വയസ്സായി കഴിഞ്ഞാൽ സാവധാനം ഈ ഒരു തരുണാസ്ഥി തേഞ്ഞു പോകുന്നതായിട്ട് കാണാം. ഇപ്പോഴത്തെ കാലത്ത് ഒരു 20-30 വയസ്സുള്ള ആളുകളിലും ഈ ഒരു തേയ്മാനം കണ്ടുവരുന്നുണ്ട്. അതിനൊരു പ്രധാന റീസൺ ലൈഫ് സ്റ്റൈൽ, അതായത് ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ് അതിന് വരുന്ന ഒരു പ്രധാന കാരണം. അതുകൂടാതെ മുട്ടിന് എന്തെങ്കിലും ഒരു നീർക്കെട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും തേയ്മാനം വരാം. അല്ലെങ്കിൽ കുറച്ച് മുന്നേ എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ഫ്രാക്ചർ, ജോയിൻറ്റിൻ്റെ ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഫ്രാക്ചറൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഏജ് ആയി കഴിയുന്ന സമയത്തും തേഞ്ഞ് വരുന്നതായിട്ട് കാണാം. ചില ആളുകളുണ്ട് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, ഈ ഓഫീസ് വർക്കൊക്കെ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഡെയിലി ഒരുപാട് നേരം ഇരുന്ന് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് ഈ നീ ജോയിൻറ്റിന് അല്ലെങ്കിൽ മുട്ടിന് ഒട്ടും മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലും കുറച്ച് കഴിഞ്ഞാൽ ഈ തരുണാസ്ഥി തേഞ്ഞ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, ഈ വീട്ടമ്മമാരൊക്കെ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പുറത്തൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കാതെ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളിലും ഇങ്ങനെ ഒരു തേയ്മാനം വരാനുള്ള സാധ്യത കൂടുതലാണ്. മുട്ട് ഒരു വെയിറ്റ് ബെയറിംഗ് ജോയിൻ്റ് ആണ്. അപ്പം അമിതവണ്ണമുള്ള ആളുകളിലും തേയ്മാനം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് കൂടാതെ സ്പോർട്സിലൊക്കെ ഇൻവോൾവ് ആകുന്ന ആളുകൾ, ഈ ഫുട്ബോൾ പ്ലേയേഴ്സിലും സ്കേറ്റേഴ്സിലൊക്കെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം വരാനുള്ള സാധ്യത കൂടുതലാണ്. യൂറിക് ആസിഡ് ഒരുപാടുള്ള ആളുകളിൽ ആ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഒക്കെ ജോയിൻറ്റിൽ കൊണ്ടുപോയി ഡെപ്പോസിഷൻ സംഭവിച്ച് അങ്ങനെയും കുറച്ച് കഴിഞ്ഞ് അവിടെ തേയ്മാനം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ചില ക്രോണിക് ഡിസീസുള്ള ആളുകൾ, ഡയബറ്റീസ്, ഹൈപ്പർ പാരാതൈറോയിഡിസം പോലെയുള്ള കണ്ടീഷൻസിലും തേയ്മാനം ഒരു പക്ഷെ ഉണ്ടായേക്കാം. കാർട്ടിലേജ് അഥവാ തരുണാസ്ഥിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ നെർവ് സപ്ലൈ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചാൽ അത് റിപ്പയർ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ തേയ്മാനം മുട്ടിന് മാത്രമല്ല, അത് ഷോൾഡർ ജോയിന്റിനും അതുപോലെ ഹിപ്പ് ജോയിന്റിനും ഈ കഴുത്തിന്റെ അവിടെയുള്ള ജോയിന്റിനൊക്കെ സംഭവിക്കാവുന്നതാണ്. മുട്ടിന്റെ തേയ്മാനത്തിൽ കാണിക്കുന്ന പ്രധാന ലക്ഷണം ഒന്നാമത് തന്നെ സ്റ്റിഫ്നെസ് ആണ്. അതായത് രാവിലെ എണീറ്റ ഉടനെ മുട്ട് അനക്കാൻ പറ്റുന്നില്ല, 1 മണിക്കൂറോളം മുട്ട് ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഗ്രാജ്വലി അത് റെഡിയായി വരും. പിന്നെ വേദന എന്ന് പറയുമ്പോൾ ഭയങ്കര ഏക്കിംഗ് ടൈപ്പ് ഓഫ് പെയിൻ, അല്ലെങ്കിൽ ഭയങ്കര കഴപ്പാണ്, ഉള്ളിലൊരു പുകച്ചിലാണ്. ഈ തേയ്മാനത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ ആണെങ്കിൽ വലിയ വലിയ ഭാരമുള്ള പണികൾ എടുക്കുന്ന സമയത്ത് മാത്രമേ വേദന അനുഭവപ്പെടുകയുള്ളൂ. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വേദന കുറയുകയും ചെയ്യും. കുറച്ചും കൂടെ കഴിഞ്ഞാൽ നോർമലി ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് ചെറിയ രീതിയിലൊന്ന് സ്റ്റെപ്പ് കയറാനോ നടക്കുമ്പോഴൊക്കെ വേദന അനുഭവപ്പെടുന്നതായിട്ട് കാണാം. കുറച്ചും കൂടെ കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വരെ വേദന ഒരു പക്ഷെ അനുഭവപ്പെടാം, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ വേദന അനുഭവപ്പെട്ട് എണീറ്റ് പോവുക, സ്ലീപ്പിന് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലും റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ നല്ല വേദന അനുഭവപ്പെടുന്നതായിട്ടും കാണാം. പിന്നെ കാൽ അനക്കുന്ന സമയത്ത്, അതായത് മുട്ടിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ സമയത്ത് ഒരു പൊട്ടുന്ന പോലെ ഒരു ശബ്ദം കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ കൈ മുട്ടിൻ്റെ അവിടെ വെച്ച് കാല് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്തും കൈക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഒരു പൊട്ടുന്ന പോലെ ഉള്ളിൽ ഫീൽ ചെയ്യാൻ പറ്റും. അതിനാണ് ക്രെപ്പിറ്റസ് എന്ന് പറയുന്നത്. സിവിയർ ആയിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുന്ന സമയത്ത് മുട്ടിന് വളവ് വരുന്നതായിട്ടും കാണാൻ പറ്റും.
ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ സ്റ്റേജസിൽ ഒരു 4ാമത്തെ സ്റ്റേജൊക്കെ എത്തുമ്പോഴായിരിക്കും ഡോക്ടേഴ്സ് സർജറിയൊക്കെ സജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മളിത് തിരിച്ചറിഞ്ഞ് അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 90% വരെ നമുക്കിത് സർജറി കൂടാതെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ തേയ്മാന പ്രശ്നം നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിയുന്നതാണ് വളരെ നല്ലത്. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നാമതായിട്ടും അമിതവണ്ണമുള്ള ആളുകൾ വണ്ണം കുറയ്ക്കണം. അതുപോലെ തന്നെ ഡെയിലി എന്തെങ്കിലും രീതിയിലുള്ള എക്സസൈസ് ഒരു അരമണിക്കൂറോളം നമ്മൾ എക്സസൈസിന് വേണ്ടി മാറ്റി വെക്കണം. എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് നടക്കുക, എന്തെങ്കിലും ഒരു ബോഡി മൂവ്മെൻറ്റ്സിൽ ഇൻവോൾവ് ആയിരിക്കണം. മുട്ടുവേദനയുള്ള ആളുകൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നീ ബ്രേസസ് യൂസ് ചെയ്യാം. ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ഇരുന്ന് കുറച്ചൊന്ന് റെസ്റ്റ് കൊടുക്കണം. ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനനുസരിച്ച് മൂവ്മെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം. നല്ല വേദനയുള്ള സമയത്ത് അല്ലെങ്കിൽ നീരൊക്കെ ഇറങ്ങുന്ന സമയത്ത് മുട്ടിന് ഈ ഐസ് ബാഗ് വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഐസ് ഇട്ടിട്ട് അതിലൊരു ക്ലോത്ത് മുക്കിയെടുത്ത് പിഴിഞ്ഞ് വേദനയുള്ള സമയത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ രാവിലെ ഉണ്ടാകുന്ന ആ ഒരു മോർണിംഗ് സ്റ്റിഫ്നെസ്, അതായത് മുട്ട അനക്കാൻ പറ്റുന്നില്ല, ആ ഒരു കേസിലൊക്കെ ചൂട് പിടിക്കുന്നതും നല്ലതാണ്. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ്, മസിൽ സ്ട്രെങ്ത്തിന് എക്സസൈസും കൂടെ പറയാം. ഒന്നാമതായിട്ടുള്ള എക്സസൈസാണ് ക്വാഡ്രിസെപ്സ് സെറ്റിങ്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് കിടക്കുക. കിടന്നതിന് ശേഷം വേദന ഇല്ലാത്ത കാല് മടക്കി വെക്കുക. വേദനയുള്ള കാല് നീട്ടി വച്ചിട്ട് മുട്ടിൻ്റെ അടിവശത്ത് പില്ലോ വെക്കണം. എന്നിട്ട് ഈ വേദനയുള്ള കാല് പില്ലോൻ്റെ അടിയിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് ഒരു 6 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് റിലീസ് ചെയ്യുക. ഇനി 2 കാലിന് വേദന ഉണ്ടെങ്കിൽ ഈ കാല് മാറ്റി മാറ്റി ഈ ഒരു എക്സസൈസ് ചെയ്യാം. ഇങ്ങനെ ഒരു 8-10 തവണ റിപ്പീറ്റ് ചെയ്യുക. അടുത്ത എക്സസൈസാണ് ഹാംസ്ട്രിങ് സെറ്റിങ്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ ഇരുന്നതിന് ശേഷം വേദനയുള്ള കാല് മടക്കി വെക്കുക, വേദന ഇല്ലാത്ത കാല് നിവർത്തി വെക്കുക. ഈ മടക്കി വെച്ച കാലിൻ്റെ ഹീൽ യൂസ് ചെയ്തിട്ട് നിലം നന്നായിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം ഒരു 6-7 സെക്കൻഡ്സ് വരെ പ്രസ് ചെയ്തിട്ട് അത് റിലീസ് ചെയ്യുക. ഇങ്ങനെ 2 കാലും മാറി മാറി ഒരു 8-10 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാം. അടുത്തൊരു എക്സസൈസാണ് സ്ട്രെയിറ്റ് ലെഗ് റേസസ്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ കിടന്നതിന് ശേഷം വേദനയുള്ള കാല് സാവധാനം ഒരു 8 ഇഞ്ച് വരെ ഉയരത്തിൽ പൊക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു 6 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. അത് തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് തിരിച്ച് വെക്കുക. ഇങ്ങനെ 2 കാലിന് വേദന ഉണ്ടെങ്കിൽ 2 കാലും മാറി മാറി ഈ ഒരു എക്സസൈസ് 8-10 തവണ വരെ റിപ്പീറ്റ് ചെയ്യാം. അടുത്തൊരു എക്സസൈസാണ് ഹീൽ റേസസ്. ഒരു ടേബിളോ ചെയറോ യൂസ് ചെയ്തിട്ട് ചെയർ ഹോൾഡ് ചെയ്ത് നിൽക്കുക. നിന്നതിന് ശേഷം കാലിൻ്റെ വിരലുകൾ ഉപയോഗിച്ചിട്ട് ബോഡീനെ മുകളിലോട്ടേക്ക് പുഷ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒരു 6 സെക്കൻഡ് പറ്റുന്നവരെ ഹോൾഡ് ചെയ്യുക. ഇത് 8-10 തവണ റിപ്പീറ്റ് ചെയ്യുക. ഇത്തരം എക്സസൈസസ് കാലിലുള്ള മസിൽസിനെ റിലാക്സ് ചെയ്ത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നീ പെയിൻ, മുട്ടിനുണ്ടാകുന്ന വേദന കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. താങ്ക്